ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഹെയർ സ്ട്രൈറ്റനിങ് ക്രീം വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയർ നല്ല ബ്ലാക്ക് ആയിട്ട് നന്നായിട്ട് സ്ട്രെങ്ത് ആയിട്ട് സ്മൂത്ത് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ നല്ലൊരു സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാൻ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഹെയർ സ്ട്രൈറ്റനിങ് ക്രീം വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ ഹെയർ നന്നായി ഡാമേജ് ആവാനും നന്നായി മുടി കൊഴിയാനും നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്രീം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെയറിന് കൂടുതൽ ഗുണമാണുള്ളത്. നന്നായിട്ട് സ്ട്രെയിറ്റ് ആവുകയും ചെയ്യും, അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് തിക്കായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുൻപ് നിങ്ങൾ എൻ്റെ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എത്ര ഫ്രിസി ഹെയർ ആണെങ്കിലും നമുക്ക് നന്നായിട്ട് സ്ട്രെയിറ്റ് ചെയ്യാനും നല്ല സോഫ്റ്റ് ആക്കിയിട്ട് സ്മൂത്ത് ആക്കി സിൽക്കി ആക്കി വെക്കാനും സാധിക്കും. അപ്പോൾ നമുക്ക് വേഗം ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് വേണ്ടത് തേങ്ങ ചിരകിയതാണ്. നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ട് എടുക്കാം. എന്നിട്ട് നമുക്കതൊരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് വെള്ളമില്ലാതെ ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഒരു പാലെടുക്കാം. അത് ഞാനിവിടെ ചെയ്യുന്നത് ചെറിയൊരു തുണി ഇട്ടിട്ട് അതിലേക്ക് ഈ ഒരു മിക്സ് ഇട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുകയും ചെയ്യാം, കുഴപ്പമില്ല. അത് നന്നായിട്ട് ആ പാലെടുക്കുക. വെള്ളം തീരെ ചേർക്കാതെ അരച്ചാൽ മതി, എന്നാലേ നമുക്ക് ആ തിക്നെസ് കിട്ടുള്ളൂ. നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്ക് പിന്നെ വേണ്ടത് നമുക്ക് കോൺഫ്ലോർ ആണ്. നമ്മുടെ ഹെയറിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിവിടെ 3 സ്പൂൺ എടുത്തിട്ടുണ്ട്, 3 ടേബിൾ സ്പൂൺ. അതിലേക്ക് നമുക്കൊരു 1/4 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ലൂസ് കൺസിസ്റ്റൻസി ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങാപ്പാലിൽ നിന്ന് ഒരു 2 സ്പൂൺ ഒഴിക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് ലൂസാക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് എടുത്ത് വെച്ച തേങ്ങാപ്പാലൊന്ന് ചൂടാക്കുക ഒരു 5 മിനിറ്റ്. അതിലേക്ക് നമ്മുടെ കോൺഫ്ലോറിൻ്റെ മിക്സ് നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഒരു കുറച്ച് തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും മസാജിങ് പോലെ ചെയ്യരുത്, നേരെ മുകളിൽ താഴത്തേക്ക് അപ്ലൈ ചെയ്യാം. ആദ്യം ഒന്ന് എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ട് പിന്നെ പാർട്ടായിട്ട് ഓരോ സെക്ഷൻ എടുത്തിട്ട് അപ്ലൈ ചെയ്യാം. അതിന് ശേഷം നമുക്കൊരു ചീർപ്പ് വെച്ചിട്ട് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ ഒരു ചീർപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചീകി കൊടുക്കുക, നന്നായിട്ട് താഴത്തേക്ക് ചീകി കൊടുക്കുക. അതിന് ശേഷം ഒന്ന് കെട്ടി വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആകുമ്പോഴാണ് മുടി നന്നായിട്ട് സ്റ്റിക്കി ആവും, അപ്പോഴാണ് നമ്മൾ കുളിക്കേണ്ടത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഹെയർ വാഷ് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഹെയർ വാഷ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.